കുറച്ച് പ്രായമായിട്ടുള്ള അമ്മമാരുണ്ടെങ്കിലേ ഒരിക്കലും ഈ വീഡിയോ കാണേ ചെയ്യരുത്. സത്യം പറയാം, ഇതുപോലെയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഈ അമ്മമാർക്ക് ക്ലാസ് എടുക്കുമ്പോ എങ്ങനെ ആ ഒരു ഡിഫറൻസ് എങ്ങനെ തോന്നുന്നുണ്ട്? കുറച്ചുകൂടി എളുപ്പമാണോ? നമ്മൾ കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത് മുന്നേ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം സാധിക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ പഠിച്ചിട്ടുള്ളവരായിരിക്കില്ല വരുന്നത്. ഈ റിട്ടയർഡ് ആയ കാലത്ത് ഒന്നേന്ന് തുടങ്ങാനാ വരുന്നത്. അപ്പൊ അവരെ കൊണ്ട് എത്രത്തോളം അത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റും എന്നുള്ളൊരു ഭയം അതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവരെല്ലാരും എന്നെ ഞെട്ടിക്കുക ചെയ്തത്. കാര്യം നോന്നൊരു വാക്ക് അവരുടെ ഭാഗത്ത് നിന്നില്ല. എന്ത് ചെയ്തു കൊടുത്താലും ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ അരമണ്ഡലം ഇരിക്കാന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇരിക്കുന്ന പോലെ അരമണ്ഡലം ഒന്നും ഇരിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. നമുക്കത് നിർബന്ധിക്കാനും പറ്റില്ല. അപ്പൊ അതൊക്കെ കുറച്ച് വിട്ടുവീഴ്ച ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സ്റ്റെപ്സുകളൊക്കെ അവര് എന്ത് സ്റ്റെപ്സ് ഇട്ടാലും അത് കാണിക്കാൻ റെഡി ആവാറുണ്ട്. കുറച്ച് പ്രായമായിട്ടുള്ള അമ്മമാരുണ്ടെങ്കിലേ ഒരിക്കലും ഈ വീഡിയോ കാണേ ചെയ്യരുത്. ചിലപ്പോ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നും. അരമണ്ഡലത്തിൽ നിന്നിട്ട് കുട്ടികളെയൊക്കെ കഷ്ടപ്പെടുത്താണോ ടീച്ചറെ? ചോദിച്ചു നോക്കുക അവരോട്. ഞാൻ കഷ്ടപ്പെടുത്തുന്നുണ്ടോ കുട്ടികളെ നിങ്ങളെ? ഇല്ല. ഓക്കെ, മിഥുന അല്ലേ? ഓക്കെ, നമസ്കാരം. വെൽക്കം ടു മൂവി വേൾഡ്. താങ്ക് യു. നിങ്ങൾക്കും വെൽക്കം ടു മൂവി വേൾഡ്. എല്ലാവർക്കും സുഖാണോ? ഇവിടെ എന്താ പറയാ, ഡാൻസ് ഒക്കെ ചെയ്ത് ഭയങ്കര സന്തോഷവതികളായിട്ട് നിൽക്കുകയാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ്, ഞാൻ ഇവരെയും കൂടെ ഒന്ന് കാണിച്ചു തരാം. വായോ ടീച്ചറെ, നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്കൊന്ന് പുറത്തേക്ക് ഇരുന്നാലോ? കുറച്ചൊന്ന് ശ്വാസം കിട്ടട്ടെ. വാ, നമുക്ക് ഇവരെയായിട്ട് പുറത്തോട്ട് പോവാം. അപ്പൊ നമ്മള് കുട്ടികളെയും ടീച്ചറിനെയും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ചൊന്ന് പുറത്തേക്ക്, കുറച്ച് കാറ്റ് കൊള്ളാനായിട്ട്. ഇന്ന് അവർക്ക് റെസ്റ്റ് വേണം കേട്ടോ. ഇന്ന് അവരായിട്ട് ഇങ്ങനെ എന്താ പറയാ, അരമണ്ഡലത്തിൽ നിർത്തിയിട്ട് കഷ്ടപ്പെടുത്തരുത്. കഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷാന്ന് എനിക്കറിയാം കേട്ടോ. എല്ലാരും ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ വന്നിരുന്നിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത്. ഈ ഒരു പ്രായത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾ ആ ഒരു വീട്ടുകാരും കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നതിന് പകരം കുറച്ചൊരു സന്തോഷത്തിന് അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് അവരിവിടെ വന്നിരിക്കുകയാണ് അല്ലേ? അതെ. അപ്പൊ ഇതിന്റെ ടീച്ചറിനോട് തന്നെ നമുക്ക് ചോദിക്കാം, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇത് എവിടെന്നാ പൊട്ടി മുളച്ചത്? ഇവര് രണ്ടുപേരാണ്. അതെ, പറയൂ. ഉഷ മാമാണ്, ഉഷ മാമും മല്ലിക മാമുമാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നതും ഇത് പ്രാവർത്തികമാക്കിയതും. പറയൂ. ഞാനിവിടെ വന്നപ്പോൾ ഇടപ്പള്ളിയിൽ വന്നു കഴിഞ്ഞിട്ട് എന്താ പറയുക, ഇങ്ങനെ റിട്ടയർഡ് ആയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇടപ്പള്ളി ഇവിടെ ഒരു നൃത്താസ്വാദക സദസ്സുണ്ടെന്ന് അറിഞ്ഞത്. പിന്നെ ഞാൻ ഇവിടെ വന്നു, കമ്മിറ്റിയിൽ എന്നെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ആശയം തോന്നി. ഈ ഏജ് ആയവർക്ക് ക്ലാസ് എങ്ങുമില്ല. അപ്പോൾ എനിക്കും പഠിക്കണമെന്നുണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹമായിരുന്നു, പണ്ടത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ എനിക്കും പഠിക്കണമെന്ന് തോന്നി. അപ്പോൾ എൻ്റെ ആഗ്രഹം ഒന്ന് കമ്മിറ്റിയിലേക്ക് അറിയിച്ചു. പിന്നെ മല്ലിക അന്ന് പ്രസിഡൻ്റായിരുന്നു പ്രസിഡൻ്റായിരുന്നു. മല്ലികയെ കൂട്ടി ഞങ്ങൾ ടീച്ചറിൻ്റെ അടുത്ത് പോയി, മിഥുന ടീച്ചറിൻ്റെ അടുത്ത് പോയി. മിഥുന സമ്മതിച്ച് പിന്നെ ഇവിടെ ഇത് ആരംഭിക്കായിരുന്നു. 2019 ഞങ്ങൾ ക്ലാസ് ആരംഭിച്ചു. ഇപ്പൊ ഇത്ര വർഷമായിട്ട് ഒരുപാട് കുട്ടികളായിട്ട് തന്നെ ഈ ഒരു ക്ലാസ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നിയർലി 50 പിള്ളേരുണ്ട്. പക്ഷെ പലരും ലീവിലാണ്. എല്ലാവർക്കും ചെറിയൊരു അസുഖങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒരാളുടെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞു, ഒരാളുടെ മുട്ട ഓപ്പറേഷൻ കഴിഞ്ഞു. ഇങ്ങനെ പല ഇതായിട്ട് ലീവായിട്ട് ഉണ്ട്. എന്നാലും ഞങ്ങൾക്ക് റെഗുലർ ക്ലാസ്സിന് ഏകദേശം ഇത്രയും പിള്ളേരൊക്കെ വരാറുണ്ട്. പല ടൈമിങ്ങിലാണോ നമ്മൾ ക്ലാസ് നടത്തുക? അല്ല, 10 തൊട്ട് 12 വരെ ക്ലാസ് ആണ്. ഇപ്പൊ ടീച്ചറ് ആഴ്ചയിൽ 2 ദിവസം, തിങ്കളും വ്യാഴാണ്. അപ്പൊ 10 തൊട്ട് 12 വരെ ആകുമ്പോൾ ആദ്യം പഠിപ്പിച്ചവരെ ആ അടവ് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പുതിയ ചേർന്നവരെ ആദ്യം സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ പല ഗ്രൂപ്പായിട്ടാണ് തിരിച്ചേക്കണത്. അപ്പോൾ ഗ്രൂപ്പിൽ അത് പഠിപ്പിച്ച് പോകും. അങ്ങനെയാണ് ചെയ്യണത്. അങ്ങനെയാ ചെയ്യാറുള്ളത്. ഞാൻ ടീച്ചറിനോട് ചോദിക്കട്ടെ, ഇപ്പം സാധാരണ കുട്ടികൾ ഒരുപാട് ക്ലാസ് എടുത്തിട്ടുണ്ട്, ക്ലാസ്സുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അരങ്ങേറുന്നുണ്ട്. ഇത്തിരി പ്രായമായിട്ടുള്ള അമ്മമാരുണ്ടാവുമല്ലോ. നമ്മൾ ഈ അമ്മമാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെ ആ ഒരു ഡിഫറൻസ് എങ്ങനെ തോന്നുന്നുണ്ട്? കുറച്ചുകൂടി എളുപ്പമാണോ? ടീച്ചറെ ആദ്യം ഞങ്ങൾ സമീപിച്ചപ്പോഴത്തെ ഒരു കാര്യം പറയാം.
ഉഷ പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഇവിടെ ഒരു സീനിയർ സിറ്റിസൺ ഫോറം ഉണ്ട് ഈ അതിലാണ് നമ്മൾ എന്നുവെച്ചാൽ നമുക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇത് നടക്കോ ഇല്ലയോ എന്നുള്ളത് പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. ഇത് ഞങ്ങൾ സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ ഒരു മീറ്റിംഗ് വെച്ചാൽ അവരുടെ ഒരു ഗെറ്റ് ടുഗദറിലാണ് ഇത് അനൗൺസ് ചെയ്തത്. ഞങ്ങൾ നൃത്താസ്വാദക സദസ്സ് ഇങ്ങനെ ഒരു പരിപാടി ഇട്ടിട്ടുണ്ട്, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വരണം, ഞങ്ങൾക്കൊരു 10 പേരെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ക്ലാസ് തുടങ്ങും. ആ ഒരു ഉദ്ദേശത്തിലാണ്. നമുക്കൊട്ടും സത്യം പറയാം ഇതുപോലെയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അതാണ്. പക്ഷെ അന്ന് അതിൽ തന്നെ ഏറ്റവും ആദ്യം വന്ന ആളെ ഞാൻ പറയാം, മിനിയാണ്. ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടോ? ഞാൻ എന്തായാലും ഉണ്ട് എന്ന് പറഞ്ഞ ഏറ്റവും ആദ്യം വന്ന് ചേർന്ന സ്റ്റുഡന്റ് മിനിയാണ്. പിന്നെ അതിന്റെ പുറകിൽ പക്ഷെ ഞങ്ങൾ എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് ടീച്ചറുടെ അടുത്ത് പോയത്. ടീച്ചറെ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധപൂർവം അല്ല, നമുക്ക് എങ്ങനെയാ ഇവിടെ എന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു കുറച്ച് പേര് അതിന്റെ പുറകെ പിന്നെ ഇങ്ങനെ നമ്മള് പലരോടും പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു കുറച്ച് പേരായ ഒരു 4-5 പേരായി എന്ന് കണ്ടപ്പോ പിന്നെ ഞങ്ങള് ടീച്ചറെ വേണമല്ലോ, ഞങ്ങൾ ക്ലാസ് തുടങ്ങാന്നുള്ളത് അനൗൺസ് ചെയ്യുകയും ചെയ്തു. ടീച്ചറുടെ അടുത്ത് ചെന്നപ്പോൾ ടീച്ചർക്ക് സത്യം പറഞ്ഞ കുറച്ചൊരു ഭയമായിരുന്നു, ശരിയാവോ എന്നുള്ളത്. അപ്പൊ പിന്നെ ഞങ്ങള് ഉഷയും ടീച്ചറും ഒരേ സ്കൂളിൽ ഒന്നിച്ച് വർക്ക് ചെയ്തത് ആ ഒരു എന്താ പറയാ സ്വാതന്ത്ര്യത്തിന്റെ പേരിലാണ് ഞങ്ങള് പോയത്. അപ്പൊ ടീച്ചറോട് പറഞ്ഞു എന്തായാലും 1 മാസം നോക്കൂ, ടീച്ചർക്ക് പറ്റില്ല തോന്നിക്കഴിഞ്ഞാൽ ഒഴിവാക്കിക്കോളും, ഞങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല, അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ വേറെ ആളെ അന്വേഷിച്ചോളാം. പക്ഷെ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോ ഇവരുടെ പോലെ ഈ സ്റ്റുഡൻസിന്റെ പോലെ തന്നെ അതിനെക്കാട്ടിലും ഒരുപടി മുകളിലാണ് ടീച്ചറുടെ സന്തോഷം എന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ബാക്കി ടീച്ചർ പറയുന്നത് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എന്തായിരുന്നു ആദ്യമ ഭയം? ഇവരും ആ ഒരു എങ്ങനെയായിരിക്കും അവര് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത് മുന്നേ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ പഠിച്ചിട്ടുള്ളവരായിരിക്കില്ല വരുന്നത്. ഒരുവിധം എല്ലാവരും ഈ റിട്ടയർഡ് ആയ കാലത്ത് ഒന്നേന്ന് തുടങ്ങാനാ വരുന്നത്. അപ്പൊ അവരെ കൊണ്ട് എത്രത്തോളം അത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റും എന്നുള്ളൊരു ഭയം അതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവരെല്ലാരും എന്നെ ഞെട്ടിക്കുക ചെയ്തത്. കാര്യം നോന്നൊരു വാക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഇല്ല. എന്ത് ചെയ്തു കൊടുത്താലും ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ അരമണ്ഡലം ഇരിക്കാന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇരിക്കുന്ന പോലെ അരമണ്ഡലം ഒന്നും ഇരിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല, നമുക്കത് നിർബന്ധിക്കാനും പറ്റില്ല. അപ്പൊ അതൊക്കെ കുറച്ച് വിട്ടുവീഴ്ച ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സ്റ്റെപ്സുകളൊക്കെ അവര് എന്ത് സ്റ്റെപ്സ് ഇട്ടാലും അത് കാണിക്കാൻ റെഡി ആവാറുണ്ട്. പെർഫെക്ഷന്റെ കാര്യം ഞാൻ പറയില്ല, എങ്കിലും ആ ഒരു ആത്മാർത്ഥത അവർക്ക് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കണ്ടാൽ നമുക്ക് ഒരിക്കലും അവരെ കൈയൊഴിയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു ആഗ്രഹത്തിന്റെ നമ്മള് ഇപ്പൊ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും ചിലര് ഭയങ്കര നിർബന്ധിച്ചൊക്കെ പഠിപ്പിക്കില്ലേ, പാരന്റ്സിന്റെ നിർബന്ധത്തിലൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. ഇവർക്കെന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടമാണ്, എനിക്ക് കളിക്കണം, എനിക്ക് സ്റ്റേജിൽ കളിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തിന്റെ തീർച്ചയായിട്ടും. ഇപ്പൊ ആരെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും സ്റ്റോറീസ് എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ? ഒരുവിധം എല്ലാവരും പറയുന്ന സ്റ്റോറീസ് ഇവിടെ ഉള്ളവരൊക്കെ പറയുകയാണെങ്കിൽ ഇവിടെ ആന്റി എപ്പോഴും പറയാറുണ്ട് ഡാൻസിന്റെ സ്പെല്ലിംഗ് മാത്രമേ അറിയുള്ളായിരുന്നു. പക്ഷേ പലരും ഇപ്പൊ അനിത രാജമ്മ ഇവിടെ സീനിയർ സിറ്റിസൺ ഫോമിലൊക്കെ അതിലൊക്കെ നല്ലോണം ആക്റ്റീവായിട്ടുള്ള ഇത് ഈ ക്ലാസ് തുടങ്ങി കഴിഞ്ഞപ്പോൾ പഠിച്ചിട്ടേ ഇല്ല. എൻ്റെ അടുത്ത് വന്ന് മല്ലിക എനിക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞങ്ങൾ പറയാതെ ഏതായാലും വന്ന് നോക്കൂ, വന്നിട്ടൊന്ന് ശ്രമിച്ചു നോക്കൂ, പറ്റിയില്ല വെച്ചാൽ ഇവിടെ ആരോടും സമാധാനം പറയുകയൊന്നും വേണ്ടല്ലോ. അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ വന്നവരാണ്, കുറച്ചൊക്കെ പഠിച്ചവരും ഉണ്ട്, അത് മാറ്റി വെക്കേണ്ടി വന്നവരിൽ പിന്നെ ആഗ്രഹം വന്ന് അങ്ങനെ വന്നവരും കുറെ പേരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഭൂരിപക്ഷവും പഠിക്കാത്തവരാണെന്നാ തോന്നുന്നത്, പഠിക്കാതെ വന്നതാണ്. അത് ഏറ്റവും പ്രായമുള്ള ആളാണ് നമ്മുടെ കൂട്ടത്തിൽ. പ്രായം കുറവുള്ള ആന്റീനെ സ്റ്റാർട്ടിങ് പഠിപ്പിച്ചു തുടങ്ങിയപ്പോഴേ നമ്മൾക്ക് തട്ടടവ് ഒന്നാമത്തെ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ അടവിന് 2 അടി അടിക്കണം. അപ്പൊ ആന്റി ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുമായിരുന്നു. 1 കഴിഞ്ഞ് 2 എന്ന് പറയുമ്പോ ചോദിക്കും ടീച്ചറെ 2 അടിയാണോ അല്ലേ, അങ്ങനെ 1-2 തവണ ഇങ്ങനെ ചോദിച്ചാള്. അപ്പൊ
ഞാൻ വിചാരിച്ചു അയ്യോ ഈ ആന്റിയൊക്കെ എങ്ങനെ പഠിക്കുവോ എന്ന് വിചാരിച്ചു. പക്ഷെ ഉണ്ടല്ലോ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അടവുകള് നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് വരും. അങ്ങനെ നമുക്ക് ശരിക്കും വണ്ടർ ആക്കിയിട്ടുള്ള ഒരാളാ. ഒരു ഐറ്റം സ്റ്റേജിൽ കയറി കളിച്ചു, അങ്ങനെ ഡൗട്ട് പറഞ്ഞ ആള് പിന്നെ അല്ലെ ഇത് ഞങ്ങളുടെ ക്ലാസ് 19 തുടങ്ങിയിട്ട് ഈ കൊറോണ ലോക്ക്ഡൗൺ വന്നു, പാർക്ക് അടച്ചിട്ടു, ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടും 2022 ഞങ്ങൾ ഇവരുടെ അതിലുള്ളവരെല്ലാവരും ഒന്നും ഇപ്പൊ ഇല്ല. കുറച്ചു പേരൊക്കെ ഇതുപോലെ പറഞ്ഞ മാതിരി ഓരോരുത്തർക്ക് കുട്ടികൾ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അങ്ങോട്ട് പോകേണ്ടി വരിക, അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ 2022 അരങ്ങേറ്റം നടത്തി. അത് വലിയൊരു നമ്മുടെ സംഭവമായിരുന്നു. അതെ, അല്ല ഒറ്റയ്ക്ക് ഒരു ഐറ്റം സ്റ്റേജിൽ കയറി ഗ്രൂപ്പാണോ? ഞങ്ങള് എന്നെക്കാട്ടും പ്രായം കുറഞ്ഞവരുമായിട്ട് അങ്ങനെ തന്നെ ഞങ്ങൾ ഒന്നിച്ച് കഴിച്ചു. ഏതായാലും ഒന്ന് കളിക്കാൻ പറ്റി, വിജയിക്കാനും പറ്റി. പ്രാക്ടീസ് ചെയ്ത ആന്റിക്ക് വെയിറ്റ് ലോസ് കാര്യങ്ങൾ അത് പ്രാക്ടീസ് കൊണ്ടാട്ടോ. പ്രാക്ടീസ് കൊണ്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ പുറത്തായിരുന്നു. 30 വർഷമായിട്ട് ഞാൻ ദുബൈയിലായിരുന്നു. ദുബൈയിൽ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. റഷീദ് ഹോസ്പിറ്റലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ 10-30 വർഷം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ഈ വീട്ടിനകത്ത് ഇരിക്കുന്നതൊക്കെ അത്ര സുഖമല്ലല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ പാർക്കിൽ ഇങ്ങനെ വന്ന് കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ മിങ്കിൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങളുടെ മല്ലിയമാടവും എല്ലാവരുമായിട്ട് ഞങ്ങൾ കൂട്ടുകാരായി. അങ്ങനെയാണ് ഞങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നതും ടീച്ചർ ക്ലാസ് പഠിപ്പിക്കാൻ വെക്കുന്നത്. ഞങ്ങളെയൊക്കെ നല്ല ഭംഗിയായിട്ട് ടീച്ചറിന് ഞങ്ങളിന്ന് വഴക്കൊന്നും പറയത്തില്ല, നല്ല സൗമ്യമായിട്ട് നല്ല സൗമ്യമായിട്ട് ഒന്നും വഴക്ക് പറയാതെ ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ തന്നെ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കാലും കൈയൊക്കെ എങ്ങനെ പിടിക്കേണ്ടത് എല്ലാവിധവും ഞങ്ങളെ കൊണ്ട് കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞു വെക്കുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു ഞങ്ങളേതായാലും ടീച്ചറിനെ പറഞ്ഞു തന്നതുപോലെ തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോകുന്നു. അടുത്തത് ഞങ്ങള് മെയിൽ കയറാൻ വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, പ്രാക്ടീസിലാണ്. ഇപ്പൊ തട്ടടവ് എന്നൊക്കെ പറഞ്ഞ എന്താ കിടക്കുന്നു തട്ടടവ്, ഒരു കുഴപ്പമില്ല അല്ലേ? ടീച്ചർ എന്ന് വെച്ചാൽ നല്ല ടീച്ചർ തന്നെ. ഞങ്ങളോടൊക്കെ വലിയ ഹോമിലി ഇതായിട്ടാണ് ഞങ്ങളോട് വർത്താനം പറയുന്നത്. എല്ലാം നല്ല രീതിയിൽ തന്നെ ഞങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ടീച്ചറിനോട് നല്ല അഭിപ്രായമായിട്ട് ഞങ്ങൾക്ക് പറയാനാണ്. അതെ, ടീച്ചർക്ക് ഞങ്ങളെല്ലാം ആന്റിമാരാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചനിയത്തില്ല, എന്റെ മകളുടെ മകള്. ഓക്കെ, അനിത ചേച്ചി ഭയങ്കര ഗ്രേസ് ആണ് കളിക്കുന്നത്, നല്ല രസാണ്, ഭാവങ്ങളൊക്കെ കാണണം, അടിപൊളിയാ. എന്താണ് വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരാളാട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ചില്ലല്ലോ, കളിച്ചു കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് നേരത്തെ പഠിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് ആള് വന്ന് ഇവിടെ വന്ന് തകർക്കാണ് ഞാൻ വിചാരിച്ചത്. ആഗ്രഹമുണ്ട്. നമ്മളിങ്ങനെ ചിലരൊക്കെ സ്റ്റേജിൽ പാട്ട് പാടുകയോ ഡാൻസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ ആ സ്ഥാനത്ത് നമ്മൾ ചിലപ്പോ ഇങ്ങനെ സ്വപ്നം കാണില്ലേ, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഡാൻസ് ഒന്നും പഠിക്കാനുള്ള ഒരു ഇതുണ്ടായില്ല. പിന്നെ ഒരിക്കലും ഈ ഞാൻ KSEB റിട്ടയർ ചെയ്തതാണ് കേട്ടോ. KSEB റിട്ടയർ ചെയ്തതാണ് 2018. പേപ്പർ കട്ടിങ് കണ്ടാണ് ഞാനിവിടെ വരുന്നത്. അപ്പം മല്ലിയ മാമിനോട് ചോദിച്ചപ്പോൾ വരുമെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിനൊക്കെ 100 വട്ടം സമ്മതം ഡാൻസ് കളിക്കാൻ. ഭയങ്കര സപ്പോർട്ടാണ് പുള്ളിക്കാരന്. ഇച്ചിരി ഡാൻസ് അങ്ങനെ ഒരു ഇഷ്ടമുണ്ട്. ഡാൻസ് കളിച്ചു നോക്കാറുണ്ടോ പിന്നെ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോ? അതുകൊണ്ട് പിന്നെ ഒരു ഐറ്റം എവിടെ കളിക്കണമെങ്കിൽ ഹസ്ബൻഡിന്റെ മുമ്പിൽ കളിച്ച് കാണിക്കും. അപ്പൊ എന്ത് പറയും? കറക്റ്റ് ചെയ്ത് തരും. തെറ്റൊക്കെ പുള്ളിക്ക് അറിയാം, കുറച്ചൊക്കെ അറിയാം. പണ്ട് ബാലേക്കൊക്കെ പോയിട്ടുണ്ട്. കലാകുടുംബാണ്. അപ്പൊ ഇവിടെ വന്നപ്പോഴേക്കും എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ വന്നപ്പോ ഒന്നും അറിയാൻ മേല, അതൊരു ക്ലീൻ സ്ലേറ്റ് ആയിരുന്നു, ഒന്നും അറിയില്ല. സീനിയേഴ്സ് ഇവിടെ കളിക്കുന്നുണ്ട്. ഞാൻ വരുമ്പോ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു, അവര് കളിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ യൂത്തൊക്കെ എങ്ങനെ കളിക്കും ഈ അടവുകളൊക്കെ എന്നൊക്കെ വിചാരിച്ചു. ഐറ്റം ഒക്കെ തുടങ്ങിയപ്പോ രാത്രി ഉറക്കം പോലും ഇല്ലായിരുന്നു. എങ്ങനെയാ കൈയും കാലും കൂടെ ഒന്നിച്ച് വരുന്നില്ല ആദ്യമൊക്കെ. ഒരു കൈ അപ്പുറത്തോട്ട് പോകുമ്പോ ഒരു കൈ വേറെ. ഞാൻ പറയും, എപ്പോഴും പറയും 2 കൈ ഉണ്ടെന്ന് അന്നേരം മനസ്സിലായത്, റൈറ്റും ലെഫ്റ്റും. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. റൈറ്റ് എടുക്കാൻ പറയുമ്പോ ലെഫ്റ്റ് കളിച്ചു നോക്കായിരുന്നു രാത്രി. ടീച്ചറിനെ എന്നിട്ട് വഴക്കുറ, ഇത്രയും ബുദ്ധിമുട്ടുള്ളതൊക്കെ എന്തിനാ ഞങ്ങളെ പഠിപ്പിക്കുന്നതൊക്കെ അന്ന് വിചാരിച്ചിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള ഡാൻസ്. പക്ഷെ പിന്നെ ഞങ്ങള് ടീച്ചർ വഴക്കുറയില്ലെന്നോ, ആന്റി എന്നൊരു വിളി വിളിച്ചിടയ്ക്ക്. ഇപ്പൊ അങ്ങനെ വിളിക്കാറില്ല കേട്ടോ. നിങ്ങളൊക്കെ അടവുകളൊക്കെ നന്നായിട്ട് പഠിച്ചല്ലോ. കുറച്ച് എല്ലാ അടവുകളും പഠിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ.
ഓക്കെ, ഞങ്ങൾക്ക് കുറച്ച് സന്തോഷമല്ല, മുഴുവൻ സന്തോഷമാണ്. അത് നിങ്ങളുടെയൊക്കെ മുഖത്ത് കാണാനുണ്ട്. എല്ലാരും ഇവിടെ വന്നിട്ട് ചിരിച്ചാണ് ഇരിക്കണത്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല സന്തോഷത്തിലാണ് എല്ലാരും. ഈ കുറച്ച് സമയം ഇപ്പൊ 2-3 മണിക്കൂർ ഇവിടെ വന്നിരിക്കുമ്പോ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം നിങ്ങൾക്ക് വീട്ടിലാകുമ്പോ പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയ്ക്ക് സന്തോഷമാണ്. ഓക്കെ, നമ്മുടെ മനസ്സങ്ങ് എന്താണ് ഉള്ളിച്ചാടുകയാണ്. അത്രയ്ക്ക് സന്തോഷം മനസ്സിലാവുന്നുണ്ട്. പുതിയതായിട്ട് വന്ന് ജോയിൻ ചെയ്തല്ലേ? പുതിയതായിട്ട് വന്ന് ജോയിൻ എങ്ങനെയുണ്ട്? ചെയ്തത് ഇങ്ങോട്ട് നോക്കണ്ട, എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. വളരെ എനിക്ക് ഇവിടെ വന്നപ്പോ എനിക്ക് ഈ എൻ്റെ ഏകദേശം പ്രായത്തിലുള്ള കുറെ കൂട്ടുകാര് എന്നെ ഒരു കൊച്ചു ടീച്ചറാ. കൊച്ചു ടീച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ അത്ര ആ ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. ചെറുപ്പത്തിലേ മുതൽ എനിക്ക് 2-3 ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതായത് 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഡാൻസ് പഠിക്കണം. ഞാൻ കോട്ടയത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ അടുത്ത് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്നെ വീട്ടിൽ നിന്ന് വിടില്ല. വീട്ടിൽ നിന്ന് അതൊന്നും പഠിക്കണ്ട എന്നാ പറയുന്നത്. അത് കഴിഞ്ഞ് വലുതായി കഴിഞ്ഞ് 8-ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം പിന്നെയും ഞാൻ ചോദിച്ചു, എനിക്ക് ഡാൻസ് പഠിക്കണം, വിടൂല, ഡാൻസ് കളിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ആഗ്രഹം അങ്ങനെ സപ്രസ് ആയി കിടക്കുമായിരുന്നു. പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ഡ്രൈവിങ് ഭയങ്കര കാര്യമായിരുന്നു. അതൊക്കെ ഞാൻ പഠിച്ചു, നല്ല സൂപ്പറായിട്ട് കാർ ഡ്രൈവ് ചെയ്യും. ഇത് എൻ്റെ ആഗ്രഹം നടന്നില്ല. പിന്നെ നഴ്സ് ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊരു സേവനം ഭയങ്കര ഇഷ്ടമാണ്. അത് നടന്നു. അത് ഞാൻ ജനറൽ ആശുപത്രിയിൽ നിന്ന് റിട്ടയറായി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ ആഗ്രഹം ഇങ്ങനെ പല വാതിലും ഞാൻ ഇങ്ങനെ തപ്പി നോക്കി, ഒരിടത്തും എനിക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല. എന്ന് ഞാൻ ഈശ്വര, എൻ്റെ ഈ ആഗ്രഹം നടക്കുന്നില്ലല്ലോ, അതെനിക്ക് നടത്തി തരൂല്ലേ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇവിടെ ഒരു അവസരം എനിക്ക് ബൈ ചാൻസ് വന്ന് കിട്ടി. ഇവിടെ വന്നപ്പോൾ ഞാൻ ഓർത്തു ആദ്യം എങ്ങനെയാന്നൊക്കെ നോക്കാം. ടീച്ചർ സ്ട്രിക്റ്റ് ആണോ അല്ലെങ്കിൽ എങ്ങനെയാണോ, ടീച്ചർ പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവോ, ഈ പ്രായമായില്ലേ ഇനി കളിക്കാൻ പറ്റുമോ, ഇതൊക്കെ ഒരു പേടി ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടാ പേടി. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത്രയും പേര് ഞങ്ങളെല്ലാരും കൂടെ ഒരു ടൂറ് പോയി. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? എല്ലാവർക്കും ഗ്രൂപ്പിന്റെ പേരെന്താ? അത്രേ ഉള്ളൂ. അല്ലാണ്ട് എന്താ പറയാ, നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് ഒന്നും അയക്കാനായിട്ട് ഗ്രൂപ്പുകളൊന്നുമില്ല? നിങ്ങൾ അങ്ങനെ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് പോയി, ബോട്ടിങ്ങിന് പോയി, അടിച്ചു പൊളിച്ചു. നിങ്ങള് വീട്ടുകാരൊക്കെ എന്താ പറയണു? ചിലപ്പോ അവര് പറഞ്ഞു ഭയങ്കര സന്തോഷം. പൊക്കോന്നാ പറയുന്നത്. പിന്നെ പൊക്കോന്നാ പറയുന്നത്. ഫുൾ സപ്പോർട്ട്. എനിക്ക് ടീച്ചറിനെയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ എനിക്ക് ഇനി സ്റ്റേജൊക്കെ കയറി കളിക്കണമെന്നെല്ലാം ഉണ്ട്. ഈശ്വരൻ നടത്തി തരുമെന്ന് ഉള്ള വിശ്വാസത്തില് തുടർന്ന് പഠിക്കുവാണ്. ഞാൻ ഇത്തിരി പുറകോട്ടാണ് എല്ലാ കാര്യത്തിലും. ആ ടീച്ചർക്ക് അറിയാം, ഇടയ്ക്കങ്ങ് വിളിക്കും. ഇവിടെ എത്ര പിള്ളേര് കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്? അത് പറയാ കേക്കട്ടെ. എല്ലാവരോടും പറയാറുണ്ട് ഇതുപോലെ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇവർ ഈ ഡാൻസ് പഠിക്കാൻ വരുന്നത് പോലെ തന്നെ പലവരും വേറെയും ഒത്തിരി കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്. അപ്പൊ നമുക്ക് ഒത്തിരി ഇവരെ നിർബന്ധിക്കാൻ പറ്റില്ല. എങ്കിലും നമ്മളൊരു പ്രോഗ്രാം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആവാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇവര് ഉഴപ്പും. അപ്പൊ ഇവര് നന്നായി പ്രാക്ടീസ് ചെയ്ത് വരാറുണ്ട് കേട്ടോ. അല്ലാത്തപ്പോഴൊക്കെ കുറച്ച് ഉഴപ്പൊക്കെ ഉണ്ട്. പ്രാക്ടീസ് ചെയ്യാത്ത പിന്നെ ആദ്യമൊന്നും ഇല്ല. പക്ഷെ ഇപ്പൊ കുറച്ച് ഞാൻ സ്ട്രിക്റ്റ് ആവാറുണ്ട്. കാര്യം എന്താ പറയുക, ഇതിന് മുന്നേ ഉള്ള ബാച്ചുകാര് പറഞ്ഞു ടീച്ചർ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിരുന്നു, നിങ്ങൾ കുറച്ചുകൂടി നന്നായി കളിച്ചേനേന്ന്. അത് കാരണം ഞാൻ ഇപ്പൊ കുറച്ചൊക്കെ ഇവരുടെ അടുത്ത് ഇത്തിരി സ്ട്രിക്റ്റ് ആവാറുണ്ട്. നമ്മള് പഠിച്ചുകൊണ്ടൊക്കെ വരും. വന്നിട്ട് ടീച്ചറിന്റെ മുമ്പിൽ നിന്ന് ചെയ്യുമ്പോ ഒരു പതർച്ച വരും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്താ പറയാ, ഇടക്ക് വെച്ചിട്ട് ഇഷ്ടമല്ലാത്ത പീരീഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിലേ എനിക്ക് വയറുവേദനയാ, എനിക്ക് കിടക്കണം, തലവേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ഒഴിഞ്ഞു മാറാറുണ്ട്. ഇവിടെ ആരെങ്കിലും മുട്ടുവേദനയാണ്, നടുവേദനയാണ്, അങ്ങനെ എന്തെങ്കിലും പറയാറുണ്ടോ? എല്ലാ ദിവസവും ഉണ്ടാവും. എല്ലാ ദിവസവും ആരെങ്കിലും ഞാൻ പറയും ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ട്, എന്നെന്താണാവോ ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. അങ്ങനെ പറയാറുണ്ട് അല്ലേ? ഓക്കെ. ഇവിടെ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് മീൻസ് നല്ലൊരു എല്ലാം തികഞ്ഞൊരു സ്റ്റുഡന്റ് അങ്ങനെ ഉണ്ടോ? അത് എല്ലാവരും കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരാളുണ്ടെങ്കിൽ ആ ആൾക്ക് സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ അനിതാന്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ മേഖലകളും ഇപ്പൊ ഡാൻസിൽ തന്നെ കഥാപ്രസംഗം, ഓട്ടം തുള്ളൽ അങ്ങനെയുള്ള സംഭവങ്ങൾ അതിന്റെ കൂടെ നിൽക്കുന്ന ആളാ മിനി ആന്റിയും ഉഷ ആന്റിയും ഒക്കെ. അപ്പൊ അങ്ങനെ അതെ
അപ്പൊ അങ്ങനെ ഇപ്പൊ വേറെ ഇപ്പൊ വഹീദാന്റെ കീബോർഡ് വായിക്കും, ഇപ്പൊ ഡാൻസ് ഉണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ എല്ലാവരും അതിന്റെ കൂടെ വേറെയും കഴിവുകളുള്ളവരാണ് കൂട്ടത്തില്. ഓക്കെ, ഇവിടെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട്. പാട്ടൊക്കെ ചെറുപ്പത്തിലേ മുതൽ പാടുമായിരുന്നു. അതും വീട്ടിൽ സമ്മതിക്കില്ല. പിന്നെ ഞാൻ നഴ്സിംഗിന് പോയി. വീട്ടില് സമ്മതിക്കാത്ത നമുക്ക് ചോദിച്ചാലോ? ടീച്ചറായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സ്ട്രിക്ട്നെസ് ആയിരിക്കും. ഡാൻസ് ഒന്നും കളിക്കാൻ പാടില്ല, സ്റ്റേജിലൊന്നും കയറാൻ പാടില്ല. ഞാൻ നഴ്സിംഗിന് പോയി കഴിഞ്ഞപ്പോ അവിടെ ചെന്നപ്പോ എല്ലാം ചെയ്തു. പാട്ട്, ഡാൻസ്, ഭരതനാട്യം ഒന്നുമല്ല, ചുമ്മാ അവിടെ ഉള്ള ഓരോ പരിപാടിക്ക്. അങ്ങനെയാണ് ഞാനൊന്ന് ഓപ്പൺ ആയത്. ഓക്കെ, ഇനി ചിലപ്പോ ഉഷാന്റെയും മല്ലികാന്റെയും ചിലപ്പോ ഒരു പാട്ട് ക്ലാസ്സും കൂടി ഇവിടെ തുടങ്ങേണ്ട വരുമായിരിക്കും ചിലപ്പോ. അപ്പൊ അതിനും കൂടെ തയ്യാറെടുത്ത് വേണമെങ്കിൽ അവരോടൊക്കെ പെർമിഷൻ ഒക്കെ ചോദിച്ചു വെച്ചോളൂ. അപ്പൊ നമുക്ക് ഇവരുടെ പാട്ടും കൂടെ കേൾക്കാം. ഡാൻസ് മാത്രല്ലേ കണ്ടുള്ളൂ. ഓക്കെ, തുടങ്ങിക്കോ. ഓ, ആണായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആടിനു ചേർന്നൊരു കുളവും വേണം. ആണായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആടിനു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിപ്പാകം പോവാൻ ചന്ദനം വേണം. ആടായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആടിനു ചേർന്നൊരു കുളവും വേണം. അപ്പൊ ഇവിടെ എല്ലാ തരത്തിലുള്ള കുട്ടികളുണ്ട്. കാരണം എന്താ പറയാ, ഭയങ്കര സന്തോഷമാണ് അവർക്ക്. ഞാനിപ്പോ കണ്ടപ്പോ എന്താന്ന് വെച്ചാൽ കേറി വന്നപ്പോ തന്നെ അവർ ഭയങ്കരമായിട്ടിരുന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ടീച്ചർ പറഞ്ഞതിന് മുമ്പ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. അത് ഞാൻ പറഞ്ഞ എല്ലാ അടവുകളും പഠിച്ചിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇനി ശരിക്കും പറഞ്ഞ ഈ ക്ലാസിന്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങളിപ്പോ ഇവിടെ ഭരതനാട്യം ബാച്ചും മോഹിനിയാട്ടം ബാച്ചുകാരാണ് ഉള്ളത്. ഇവരൊക്കെ മോഹിനിയാട്ടം ബാച്ചുകാരാണ്. ഇവിടെ ഭരതനാട്യം ഉണ്ട്, മോഹിനിയാട്ടം ഉണ്ട്, പിന്നെ തിരുവാതിര പഠിപ്പിക്കുന്നുണ്ട്. തിരുവാതിര ഞാനല്ല കേട്ടോ, മല്ലിക മാമാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ ഇതിന്റെ ഇടയ്ക്ക് ഇവരൊരു പൂതപ്പാട്ടിന്റെ ഒരു നൃത്താവിഷ്കാരം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര വൈറലായിരുന്നു ആ ഒരു സമയത്ത്. അത് നിങ്ങൾ എങ്ങനെയായിരുന്നു, അതിന്റെ ഒരു പ്രത്യേകത ഒന്ന് പറഞ്ഞു കൊടുക്കും. അതെന്ന് പറഞ്ഞ നമ്മളിപ്പോ ഭരതനാട്യം മോഹിനിയാട്ടം അങ്ങനെയാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഇപ്പോഴും നമ്മൾ എല്ലാ വർഷവും ഏപ്രിൽ 29 അല്ലെങ്കിൽ മെയ് ആദ്യം ഒരു നൃത്തോത്സവം നടക്കാറുണ്ട്. അതില് നമ്മളിവിടെ പഠിക്കുന്ന കുട്ടികളുടെ പ്രോഗ്രാം ചെയ്യലുണ്ട്. അപ്പൊ എപ്പോഴും ഭരതനാട്യം മോഹിനിയാട്ടം അങ്ങനെ ആയപ്പോ നമ്മളൊരു വെറൈറ്റിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പൂതപ്പാട്ടിന്റെ നൃത്താവിഷ്കാരം നടത്തിയാലോ എന്ന് ഞാനിങ്ങനെ ഒരു അഭിപ്രായം നമ്മുടെ ഉഷ മാമിനോടും മല്ലിക മാമിനോടൊക്കെ പറഞ്ഞത്. അപ്പൊ അവരും പറഞ്ഞു ശരിയാണ്, നമുക്കൊരു വെറൈറ്റി എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ നമ്മളത് നമ്മുടേതായ രീതിയിൽ റെക്കോർഡ് ചെയ്തെടുത്തു. എന്ന് വെച്ചാൽ എല്ലാവരും പൂതപ്പാട്ടിന്റെ ചെറിയ വേർഷനൊക്കെ പലരും ചെയ്തു കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മള് ഇടശ്ശേരി സാർ എന്താണോ അതിൽ എഴുതിയിരിക്കുന്നത് അത് ഒരക്ഷരം പോലും വിടാതെ ആദ്യം മുതൽ അവസാനം വരെ എടുത്തിട്ടാണ് നൃത്താവിഷ്കാരം നടത്തിയത്. അതെ, എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു 28 ആൾക്കാർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാണ് നിങ്ങളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാ കൊണ്ടുപോകുന്നത്? ഇപ്പൊ ചങ്ങമ്പുഴ പാർക്കിലാണ് ഈ ക്ലാസ് ഉള്ളത്. അപ്പൊ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒക്കെ വരണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. ഇതുപോലെ തന്നെ പണ്ടൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് സമയക്കുറവ് കൊണ്ടോ വീട്ടിൽ നിന്ന് വിടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടോ പോവാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ എത്ര ക്ലാസ് ഉണ്ടാവും? ആഴ്ചയിൽ 2 ക്ലാസ്സേ ഉള്ളൂ, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. 10 മണി മുതൽ 12 മണി വരെയാണ് നമ്മുടെ ക്ലാസ്. ഓക്കെ, അപ്പം അതനുസരിച്ച് നിങ്ങൾ ടൈം മാനേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും കുറച്ച് സന്തോഷം കിട്ടും. അത്രേ പറയുള്ളൂ. പഠിക്കും, നൃത്തം പഠിച്ച് നിങ്ങൾ വലിയൊരു സംഭവമാണെന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് സന്തോഷം കിട്ടും അല്ലേ? അതാ നമ്മളുടെ കൂട്ടായ്മയ്ക്ക് തന്നെയാണ് നമ്മൾ കൂടുതലും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരേ പ്രായത്തിലുള്ളവർ വന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വൈബ്, അപ്പൊ ആ ഒരു ഇത് അവർ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പൊ സംസാരിച്ചപ്പോ മനസ്സിലായില്ലേ. എന്റെ ക്ലാസ്സിനേക്കാളും കൂടുതൽ അവർ എൻജോയ് ചെയ്യണത് അതൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അവര് ട്രിപ്പ് പോകുന്നു, ഉല്ലസിച്ചങ്ങ് നടക്കുകയാണ്. അതെ, അതിനിടയിൽ പ്രോഗ്രാം ഒക്കെ വരാറാകുമ്പോ ഒന്ന് പിടിക്കും. ഞങ്ങൾക്ക് പ്രോഗ്രാം നന്നായി അവതരിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് അതെ 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 അതുവരെ കുറെയൊക്കെ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കല. അതെ, ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു അടിപൊളി ഇവിടെ ഇരിക്കുമ്പോ തന്നെ നല്ല വൈബ് ഉണ്ട് കേട്ടോ. അവര് ഇങ്ങനെ വർത്താനം പറഞ്ഞ അവരുടെ കാര്യങ്ങൾ നോക്കി ഡാൻസ് ഒക്കെ കളിച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നമ്മുടെ ക്ലാസ്സുകളിൽ പോയി സ്കൂളിലെ ക്ലാസ്സുകളിലൊക്കെ പോയില്ലേ, അതുപോലെ തന്നെയാണ്. മിണ്ടാതിരിക്കുന്ന പറഞ്ഞാൽ കേക്കില്ല ആരും അല്ലേ, എന്താന്നൊക്കെ നോക്കുന്നു ഈശ്വരാ. ഓക്കെ, അപ്പൊ നന്നായി വരട്ടെ, അടിപൊളിയായിട്ട് പോട്ടെ ക്ലാസ് ഒക്കെ.
കുട്ടികളൊക്കെ നല്ല രീതിക്ക് ഇരിക്കണം കേട്ടോ. ചീത്തപ്പേരൊന്നും ഉണ്ടാക്കരുത്, നാണക്കേട് ഉണ്ടാക്കരുത്. ഓക്കെ, അപ്പൊ ഞാൻ പൊക്കോട്ടെ. താങ്ക് യു സോ മച്ച്.